വടകര MDMA കേസിൽ ഒരു പ്രതി കൂടി കസ്റ്റഡിയിൽ. ഓൺലൈൻ ഡെലിവറി ബോയായ കണ്ണൂർ ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. കേസിൽ അറസ്റ്റിലായ BRC അധ്യാപിക നിഷ്മയെ പിരിച്ചുവിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. രാഹുൽ KV വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഇപ്പോൾ പിടിയിലായ ആൾ ആരാണ്? അയാൾക്ക് ഈ നെറ്റ്വർക്കുമായുള്ള ബന്ധം എങ്ങനെയാണ്? വിവരങ്ങൾ. അക്ഷയ, ഇന്ന് രാവിലെയാണ് പേരാമ്പ്ര BRCയിലെ താൽക്കാലിക അധ്യാപികയായ നീഷ്മയെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. വൈകിട്ട് തന്നെ കേസിൽ വളരെ നിർണായകമായ ഒരു കണ്ണിയെ പിടികൂടാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നിർണായക വഴുത്തിൽ എന്ന രീതിയിലാണ് ഈ ജിജിൽ കുര്യാക്കോസിനെ പിടികൂടാൻ കഴിഞ്ഞതിനെ പോലീസ് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം പ്രത്യക്ഷത്തിൽ ഇയാൾ ഓൺലൈൻ ഭക്ഷണ വിതരണ ജോലിയൊക്കെയാണ് ചെയ്തിരുന്നതെങ്കിൽ പോലും ഇയാളുടെ ഈ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച സമയത്ത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് കണ്ടെത്താൻ കഴിഞ്ഞതെന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. ഒരു വർഷത്തിനിടെ മാത്രം ലഹരി മരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ട 1 കോടി രൂപയോളമാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി ജിജിൽ കുര്യാക്കോസ് കൈമാറിയതെന്നാണ് SITയുടെ അന്വേഷണത്തിൽ നിലവിൽ പ്രാഥമികമായി തന്നെ വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത്. ഈ നേരത്തെ അറസ്റ്റിലായ അധ്യാപകരുടെ മകന്റെ അക്കൗണ്ടിലേക്ക് അടക്കം ഇയാൾ പണം അയച്ചിരുന്നു അങ്ങനെയാണ് ഇയാളിലേക്ക് അന്വേഷണം എത്തുന്നതും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. വടകര SP ഓഫീസിലേക്കാണ് കസ്റ്റഡിയിലെടുത്ത പ്രതി ആദ്യം എത്തിച്ചത്. തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ, ഡിജിറ്റൽ തെളിവുകളൊക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി വടകര സൈബർ സെല്ലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ നടത്തിയ കോളുകൾ, ചാറ്റുകൾ, മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഒക്കെയാണ് സൈബർ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് വരികയും ചെയ്യുന്നത്. ഇതിൽ കേസിൽ SIT രൂപീകരിച്ച്, അതായത് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇത്രയും ഗൗരവതരമായ കേസായതുകൊണ്ട് SIT രൂപീകരിച്ച് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ കൂടുതൽ കണ്ണികളെ കൂട്ടാൻ പോലീസിന് കഴിയുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ന് പകൽ അറസ്റ്റിലായിട്ടുള്ള പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വന്ന നീഷ്മയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ഈ നീഷ്മ ഉൾപ്പെടെ 3 അധ്യാപികമാരാണ് നിലവിൽ പിരിച്ചുവിടപ്പെട്ടു. അധ്യാപികമാർ എന്ന് ശരിക്കും യഥാർത്ഥത്തിൽ അവർ വിശേഷിപ്പിക്കാൻ തന്നെ പാടില്ല, കാരണം അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്തിരുന്നത്. 3 പേരാണ്. ആദ്യം അറസ്റ്റിലായത് കീർത്തന, കായിക അധ്യാപികയായി ജോലി ചെയ്തയാളാണ്. പിന്നീട് കാവ്യ. അതിനുശേഷമാണ് നീഷ്മയിലേക്ക് അന്വേഷണം എത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. നീഷ്മയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ BRCയിൽ നിന്ന്, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. അതായത് ഈ കേസിന്റെ തുടക്കം എന്നത് 2 ഗ്രാം MDMA-യുമായി വടകരയിൽ നിന്ന് സ്ഥിരം വിൽപ്പനക്കാരനായ സഫ്വാൻ എന്ന ആദിക്കൽ സ്വദേശിയെ പോലീസ് പിടികൂടുന്നതാണ്. പിന്നെ അയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള അന്വേഷണമാണ് ഈ അധ്യാപികമാരിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതും. കൂടുതൽ അധ്യാപികമാർക്ക് പങ്കുണ്ടോ, ഇവരുമായി ബന്ധമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചൊക്കെ SITയുടെ അന്വേഷണം പുരോഗമിച്ചു വരിക കൂടിയാണ്. പക്ഷേ രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്. വടകര MDMA കേസിൽ ഇപ്പോൾ ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് രാഹുൽ പങ്കുവയ്ക്കുന്നത്.